എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു 12,000 പേരുടെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെയായിട്ട് കിട്ടാത്ത വേൾഡ് റെക്കോർഡ് ഡാൻസ് ആണ്. റെക്കോർഡാണ്. വേൾഡ് റെക്കോർഡ് ഡാൻസ് ആണ്. അപ്പൊ ഇനി സ്കൂളിലൊക്കെ ചെല്ലുമ്പോ ഷൈൻ ചെയ്യാം. അയ്യോ ഇതൊക്കെ മിസ്സായാലില്ലേ പിന്നെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല എന്നാ പറയുന്നത്. കാരണം അടിപൊളിയായിട്ട് പരിപാടി ഗംഭീരം. പാലക്കാട് അക്ഷര നൃത്ത വിദ്യാലയത്തിൽ നിന്നാണ് വരുന്നത്. ടീച്ചറുടെ പേര് പ്രസീന ടീച്ചറാണ്. പന്ത്രണ്ടായിരം പേരുടെ നൃത്തം കഴിഞ്ഞ ആളുകൾ വരുന്ന ഒരു മൊമെന്റ് കേട്ടോ. ഇവിടെ നിന്ന് തരാൻ നമുക്ക് പറ്റുന്നില്ല, അത്രമാത്രം ജനങ്ങളാണ്. ഡാൻസേഴ്സിന് പുറമെ കാണികളും ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കുറച്ച് കാലങ്ങളായി ഞങ്ങൾ മലപ്പുറം തിരൂരാണ്. മലപ്പുറം തിരൂരിന്നാണ്. അതെ എവിടെയാണ്? അതെ നിങ്ങളൊരു പവർ കാണിക്കാൻ പറ്റുമോ? യോ എടുക്കാൻ പറ്റുമോ? ഈ 12,000 പേരോടെ ഒരു റെക്കോർഡ് നേടാൻ പറഞ്ഞ ഒരു സംഭവം തന്നെയാണല്ലോ. അതെ തീർച്ചയായിട്ടും. നിങ്ങൾ ഇതിനു മുന്നേ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും പരിപാടി ഉണ്ടാവും? ഇല്ല ഒരിക്കലും ഇല്ല, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നാളെ പത്രത്തിലും ലോകം മൊത്തമുള്ള ചാനലുകളൊക്കെ സംഭവം വരും നിങ്ങളുടെ. അതെ ഞങ്ങൾ അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഉഷാർ ഗംഭീരം പരിപാടി. ഓ ചെയ്തു എങ്ങനെയായിരുന്നു? സൂപ്പർ ഞങ്ങള് ഇവിടെ വളയം ചിലമ്പലി. കുഴപ്പമില്ലായിരുന്നു, നല്ല പരിപാടി. റെക്കോർഡൊക്കെ നേടിയില്ലേ? സൂപ്പറായില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇത് നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ വലിയ ഒരു മിസ്സിംഗ് ആയിരുന്നു. നിങ്ങൾ ആരും ഇത്രയും ഒരു സെറ്റപ്പ് പ്രതീക്ഷിച്ചില്ല? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതിനു വേണ്ടി മാത്രം ഞാൻ ഒരു 2 മാസത്തോളം ഇതെന്നെ പ്രാക്ടീസ് ചെയ്ത്. 2 മാസം പ്രാക്ടീസ് ചെയ്തു? അതെ ഈ ഇത്രയും വലിയ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും ഏജ് ആയിട്ട് പോലും ഞങ്ങൾക്ക് നന്നായി എനർജറ്റിക് ആയിട്ട് കളിക്കാൻ പറ്റും. ഇതിന് പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. അതെ താങ്ക് യു. സന്തോഷം. നിങ്ങൾ എവിടെ നിന്ന് വരാ? കണ്ണൂര്. കണ്ണൂരിന്ന് റെക്കോർഡ് അടിക്കാൻ വന്നാണോ? ഹാപ്പിയാണോ? അടുത്ത പ്രാവശ്യം മോളെ കൂടെ കൊണ്ടുപോകണം. നല്ല പരിപാടി. ചേട്ടൻ ഡാൻസ് മാസ്റ്റർ ആണോ? അല്ല ഞാൻ പുറത്തുനിന്ന് പഠിക്കുന്നതാണ്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നാളെ സ്കൂളിലെ സ്റ്റാർ ആവോ? പിന്നെ ഈ റെക്കോർഡിന്റെ പകർപ്പ് നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും കിട്ടുമായിരിക്കും അല്ലേ? 12,000 പേർക്ക്. ഇനിയിപ്പോ ഇത് ആരെങ്കിലും മറികടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ 12,000 പേര് മറികടക്കാൻ നമ്മള് വരും. അപ്പൊ നിങ്ങളെ എവിടെ നിന്ന് വരാ മൊത്തത്തില്? കാലിക്കറ്റ്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ജില്ല കാലിക്കറ്റ് ആണോ? കൂടുതൽ ആൾക്കാരും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡാൻസേഴ്സ് ഉള്ള എവിടെ? തൃശ്ശൂരല്ല? ഉറപ്പാണോ? കാലിക്കറ്റ്. കോഴിക്കോട് വേറെ ലെവലാണ്. മോനെ എന്തായിരുന്നു? നന്നായിട്ട് സൂപ്പർ ആണ്. പിന്നെ സൂപ്പർ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും പോയി കഴിക്കാൻ തരും. കണ്ടിരുന്ന പ്രോഗ്രാം കണ്ടിരുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് എങ്ങനെ ഇത് മിസ്സാക്കിയെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഒരിക്കലും കിട്ടൂല. അല്ല പറയാൻ പറ്റില്ല. ആരെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടി 1,00,000 പേരെ നമ്മളിനിയും കയറും. കാലിക്കറ്റ് ഇത്രയും പവർ ആയിരുന്നോ? പിന്നെ എല്ലാ നർത്തകികളെ കൊണ്ട് നിക്കാൻ ചെല്ലല്ലേ അവിടെ. എന്താ ചെയ്യാ? ഹാപ്പി. അടിപൊളി. അതെ പിന്നെ തീർച്ചയായിട്ടും ഇത് വന്നില്ലേ മിസ്സാവുമായിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും വലിയൊരു ഇതിനപ്പോ പ്രായപരിധി ഇല്ല? ഇല്ല ഒരിക്കലും ഇല്ല. 5 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും
ഡാൻസിനോട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പങ്കെടുക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കല ഡാൻസ് ആണോ? അതെ അതെ ഡാൻസ് പാട്ട് അതാണ് ഞങ്ങളുടെ. അടിപൊളിയായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ്, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ ചേട്ടാ എങ്ങനെയായിരുന്നു? നല്ലായിരുന്നു. കാലൊക്കെ വയ്യ പപ്പയുടെ വയ്യ. എന്താ റെക്കോർഡ് കിട്ടിയില്ലേ? കിട്ടി. ചേട്ടാ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എങ്ങനെയായിരുന്നു? ഇപ്പൊ ഇതിന് പ്രായപരിധി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ കൊച്ച് ഇത്രയും ജനങ്ങളോട് നിൽക്കുമ്പോ അതും ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്ത് ആരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. ചേച്ചി എങ്ങനെയായിരുന്നു? അടിപൊളി, സൂപ്പർ. കൊള്ളാം, ഇതുപോലൊരു ദൃശ്യം ഇനി കാണുമോ? കാണാൻ പറ്റത്തില്ല. നല്ല പ്രോഗ്രാം. കാലൊക്കെ വയ്യേ? കാല് പ്രാക്ടീസ് ചെയ്തേരം, ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തേരം പറ്റിയതായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും പരിപാടിയില് കോഴിക്കോട് കോഴിക്കോട് കൊച്ചിക്ക് വന്ന് റെക്കോർഡ് അടിക്കാനാണ്. അതെ അതെ. ചേട്ടന്റെ മോളാണോ? അല്ലല്ല ഫ്രണ്ടിന്റെ മോളാ. ചേട്ടാ എങ്ങനെ അഭിമാന നിമിഷമായിരുന്നോ? ഓ ഉഷാറാണ്, അടിപൊളിയായിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞോ? ഓ കണ്ണ് നിറഞ്ഞ് വളരെ സന്തോഷമായി. എന്തൊക്കെ പറഞ്ഞാലും നിസ്സാര കാര്യമല്ലേ, ലോകത്താരും ചെയ്യാത്ത പരിപാടി. വേൾഡ് റെക്കോർഡല്ലേ പിന്നെ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാലം വീഴ്ച വീണ് എന്നിട്ടും ഈ പരിപാടി ആത്മാർത്ഥമായിട്ട് വന്നിട്ട് ഉഷാറായി കളിക്കുകയും ചെയ്തു. വേദന സഹിച്ചിട്ട് കഴിച്ചു. സന്തോഷമായി. ഓ അടിപൊളിയായിരുന്നു. പേരെന്താ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? വൈബായിരുന്നോ? നിങ്ങളുടെ സ്ഥലം എവിടെ? തിരുവനന്തപുരം. 12,000 കുട്ടികള്. നമ്മൾ ആലോചിക്കണം, ആ കാണുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല, ആ സ്റ്റേഡിയം അതില് സാധാരണ സ്പോർട്സ് അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കാറ്. പക്ഷെ അതില് 12,000 ഡാൻസ് ചെയ്യുന്ന ആളുകള്, അതിന് പ്രായപരിധി ഇല്ല. അതിന് പുറമെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവരുടെ അധ്യാപകര്, അങ്ങനെയുള്ള ആളുകള്, അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാര്, സുഹൃത്തുക്കള്. അപ്പം വമ്പനൊരു ക്രൗഡ്, അത്രമാത്രം പോലീസ്, അത്രമാത്രം സേഫ്റ്റി. നമ്മുടെ നാടിന് അഭിമാനമായ, കേരളത്തിന് അഭിമാനമായ ഒരു റെക്കോർഡാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മോളുടെ റെക്കോർഡൊക്കെ നേടിയപ്പോ എങ്ങനെയായിരുന്നു? മൊമെന്റ് എങ്ങനെയായിരുന്നു? നല്ല സന്തോഷം, നല്ല സന്തോഷം. ഗുഡായിരുന്നു പ്രോഗ്രാം, അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മോള് എങ്ങനെയായിരുന്നു? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ ഡാൻസ് ഒക്കെ? അടിപൊളിയാണോ? റെക്കോർഡ് നേടിയൊക്കെയാണ് ഇപ്പൊ. എന്താ? അതെ. അമ്മയാണോ? ഞാൻ ഈ കുട്ടിയുടെ അമ്മയാണ്. നല്ല പ്രോഗ്രാം ആയിരുന്നു. ഇത്രയും നല്ല പ്രോഗ്രാം നമ്മുടെ ഇവിടെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഞങ്ങൾ തൃപ്പൂണിത്തുറ, ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ്. ഞങ്ങൾ കാക്കനാടിലെ ഒരു ടീച്ചറാണ് ഇവരെ പഠിപ്പിച്ചത്. റെക്കോർഡ് എന്ന് പറയുമ്പോ ഒരു സംഭവം തന്നെയല്ലേ? പിന്നെ വളരെ സംഭവമാണ്. ഞങ്ങൾക്കെല്ലാം കാണാൻ ഇത്ര അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാനും സാധിച്ചു. അതിൽ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഒരുപാട് നന്ദിയുണ്ട്. പരിപാടി പൊളിച്ച് അടിപൊളി. എത്ര നാള് പഠിച്ചു? ഞാൻ 10 വർഷമായിട്ട് പഠിക്കണേ. ഇത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. എല്ലാവരുമായിട്ട് ഇത്രയും 12,000 ആയിട്ട് ആൾക്കാരായിട്ട്. ഇത് ആരെങ്കിലും മറികടക്കാണെങ്കിൽ നമ്മളൊരു 20,000 പേരെ പരിപാടി വെക്കുമായിരിക്കും. പിന്നെ ഇല്ലേ, അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പൊ ഇവർ ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോ വിശ്വസിച്ചായിരുന്നു റെക്കോർഡൊക്കെ ഇത്ര നടക്കുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇത്രയും കോർഡിനേറ്റഡ് ആയിട്ട് നടക്കുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ശരിക്കും എത്ര ടൈം ഉണ്ടായി? ഇതിന്റെ ഒരു ചിട്ടവട്ടങ്ങൾ എങ്ങനെയാ, 2 വാക്ക് പറയാമോ? ഇത് ആക്ച്വലി ഒരു 6 മാസം മുമ്പേ ഞങ്ങൾക്കൊക്കെ ഇതിനെ പറ്റിയൊക്കെ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. ഇപ്പൊ 2-3 മാസമായിട്ടുള്ള ഒരു പ്രാക്ടീസ്. ഇപ്പൊ നമ്മളിവിടെ അവതരിപ്പിച്ച പ്രോഗ്രാം എത്ര മിനിറ്റ് ഉണ്ട്? അങ്ങനെ ഒരു 8 മിനിറ്റുള്ളൊരു ഐറ്റമാണ്. ശിവന്റെ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്, സ്തുതിയാണ്. അത് ദിവ്യാണി ആണ് കൊറിയോഗ്രാഫ് ചെയ്തത്. അപ്പൊ നമുക്കൊക്കെ എല്ലാം സർക്കുലേറ്റ് ചെയ്തു ആ വീഡിയോ. സോ അതൊക്കെ നമ്മൾ പഠിച്ചു. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും വന്നു. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട നൃത്ത കല ഏതാണ്? ഭരതനാട്യം. ഭരതനാട്യം മറ്റു നൃത്തങ്ങളിൽ എന്താ പ്രത്യേകത? ശിവന്റെ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. നമ്മള് കൊറേ നാളായിട്ട് പഠിച്ചു തുടങ്ങിയോണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്റ്റൈലും കൊറിയോഗ്രാഫി ഒക്കെ ഉണ്ട്. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്ന? ഞാൻ ചേർത്തല. റെക്കോർഡ് അടിക്കാൻ വേണ്ടി വന്നാണ്? അതെ, അതിനു വേണ്ടി തന്നെയായിട്ട് വന്നോ. ജീവിതത്തിൽ ഇതിനു മുമ്പ് എത്ര ആളുകളോട് ഡാൻസ് ചെയ്തിട്ടുള്ളത്?
ഗ്രൂപ്പ്സ് ആയിട്ട് പലയിടത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഫസ്റ്റ് ടൈം ആണ്. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി ഫുള്ളി ചെയ്ത് സപ്പോർട്ട് ഈ 12,000 പേരുടെ ഒരു റെക്കോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം വിശ്വസിച്ചിരുന്നു ഇതൊക്കെ പോസിബിൾ ആവുന്നത് ചിന്തിച്ചിരുന്നു? അത് അത്രയും വിചാരിച്ചിരുന്നില്ല. ഇല്ല. കാരണം ഇത്രയും പേര് ഇതെന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കലയല്ല ഡാൻസ് എന്ന് പറയുമ്പോൾ, അല്ലേ? അതെ, സിങ്ക്രണൈസേഷൻ നല്ലോണം വേണമല്ലോ. അല്ലേ? അപ്പോ കോരിത്തരിക്കുന്ന നിമിഷങ്ങൾ ഡാൻസിങ് ടുഗദർ അത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. അത് 12,000 എന്ന് പറയുന്നത് ഒരു വലിയ നമ്പർ ആണെന്നുള്ളത് നമ്മൾ ആ സ്റ്റേഡിയത്തിനകത്ത് കയറി ഒന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ആംബിയൻസ് മനസ്സിലാവുന്നത്. ഈ ഫുട്ബോളും ക്രിക്കറ്റും തട്ടിയ സ്റ്റേജിലാണ് നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത്. അതെ, അത്രയും വലിയ. പിന്നെ ഗാലറി ഫുള്ളായിരുന്നു. നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല ശരിക്കും. നമ്മൾ വിചാരിക്കുന്നു ഓക്കെ കുറച്ച് ഞങ്ങൾ ഈ കാണുന്ന അത്രയല്ലേ ഗാലറി നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഫുൾ ഗാലറി ഫുൾ ആൾക്കാരായിരുന്നു. അപ്പൊ ലക്ഷക്കണക്കിന് നിങ്ങൾ 12,000 പേര് പുറമെ ലക്ഷക്കണക്കിന് കാണികളുണ്ട്. അതെ. ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് എങ്ങനെയെന്നപ്പോ ഞങ്ങൾ കണക്കൂട്ടി. ഞാൻ ഇവരെ മോളില്ല പറഞ്ഞു ഇത്രയും നമുക്ക് ഇപ്പൊ ഒരു 12-ന്റെ അടുത്ത് എങ്ങനെയും ഉണ്ടാവും. അതിന് മേലെ പോകാനാണ് സാധ്യത. ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഏതാണ്ട് അതിന് വന്നല്ലോ. ഒരു കണക്കിങ്ങനെ നോക്കിയതാ, ഇത്ര ഏരിയയിൽ വരുമ്പോ ഇത്ര അങ്ങനെ ഹാപ്പിയാണ്. ഇത് അടിപൊളിയായിരുന്നു. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം. അവിടുന്ന് കൊച്ചിയിലേക്ക് വന്ന റെക്കോർഡ് അടിക്കാൻ. അതെ. ഹാപ്പിയാണ്? ഹാപ്പിയാ. 12,000 പേരുടെ കൊണ്ട് ഡാൻസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, പൊളിയായിരുന്നു. താങ്ക് യു.